മോദിജിയെ നമ്മളെ സ്പീക്കർ ഒന്ന് വണങ്ങിയിട്ടാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത്, വളരെ റെസ്പെക്റ്റിൽ. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത് സ്റ്റഡിയായി നിന്നുകൊണ്ട്. അപ്പം സഭയിൽ ഓരോരുത്തർക്കും സംസാരിക്കാൻ ലിമിറ്റഡ് സമയമാണ് കിട്ടുക. രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളാണ് സംസാരിക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ ഈഗോ വെച്ചിട്ട് രാഹുൽ ഗാന്ധി എന്തിനാ സംസാരിച്ചതെന്ന് പലരും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ട്രോളിയിട്ടുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒന്നും കാണാണ്ട് പറയൂല. ഈവൻ ചെറിയ മാറ്റർ പോലും സ്പീക്കർ റിപ്ലൈ ചെയ്തു, എൻ്റെ സംസ്കാരത്തിൽ വയസ്സിന് മൂത്ത ആൾക്കാരെ ബഹുമാനിക്കും, അത് ഈ സഭയിലാണെങ്കിലും ബഹുമാനിച്ചെന്ന് മാത്രം. എന്നാൽ സെയിം ഏജിലുള്ള ആൾക്കാരെ അതേ ലെവലിൽ അതേ ഏജിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് റിപ്ലൈ കൊടുത്തു. ആ ഒരു റിപ്ലൈ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയപ്പം എല്ലാവരും കരുതിയത് ഓക്കെ, രാഹുൽ ഗാന്ധി അതിനു മേലെ ഒരു ചോദ്യം ചോദിക്കില്ല, അവിടെ നിർത്തിയെന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ്, മൂത്തവരെ ബഹുമാനിക്കണം. പക്ഷേ ഈ ലോകസഭയിൽ സ്പീക്കർ എന്ന വ്യക്തിയോളം വലുതല്ല ആരും. PM ആയാലും ശരി, ആഭ്യന്തരമന്ത്രി ആയാലും ശരി, പ്രതിപക്ഷ നേതാവായാലും ശരി, സ്പീക്കറെ ബഹുമാനിക്കണം എന്നുള്ളൊരു മെസ്സേജ് സിംപിളി രാഹുൽ ഗാന്ധി അവിടെ ഇട്ടു. ലോകസഭയായാലും രാജ്യസഭയായാലും സ്പീക്കറെയാണ് എല്ലാവരും ബഹുമാനിക്കേണ്ടത് എന്നുള്ളത് ഈ സഭയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പോലും അത് മറന്നിരുന്നു. ഹോൾഡിൻ്റെ പേരിലും പദവിയുടെ പേരിലും സ്പീക്കർ അടക്കം താണ് വണങ്ങുന്ന ഒരു സ്ഥിതി നമ്മളെ പാർലമെൻറ്റ് ഗ്രൂപ്പിലുണ്ട് എന്നുള്ള ചെറിയൊരു സൂചന രാഹുൽ ഗാന്ധി അവിടെ കൊടുത്തു. ഇങ്ങനെ ഓരോ പോയിന്റും ആക്യുറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് ഈവൻ ചില വിഷയങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയിലുള്ള ചില വിഷയങ്ങൾ മറന്നുപോയത് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂപ്പർ അത്ര ചില്ലറക്കാരനല്ല. ഒരു വ്യക്തിക്ക് വിഡ്ഢി എന്ന പേര് ചാർത്താൻ, പപ്പു എന്ന പേരിടാൻ വേണ്ടിയിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഫണ്ടിൽ നിന്നും ആയിരക്കണക്കിന് കോടി സ്പെൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ദീർഘവീക്ഷണം എത്രത്തോളം ഉണ്ടാവും?